മുടിയിലൊന്ന് തൊട്ടാൽ മതി, കൈ നിറയെ മുടി, അല്ല എങ്കിൽ വീട്ടിനകത്തൊക്കെ മുടി ചീകുമ്പോൾ ചീർപ്പിനകത്ത് നിറയെ മുടി, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ. സാധാരണയായി നമ്മുടെ തലയിൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ മുടിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ മുടിയിൽ തന്നെ ദിവസവും ഒരു 100 മുതൽ 150 മുടി വരെ കൊഴിഞ്ഞു പോകാറുമുണ്ട്. കൊഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ അത്രയും മുടി പുതിയതായി കിളിർത്ത് വരാറുമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ 100 മുതൽ 150 മുകളിൽ മുടി കൊഴിയുമ്പോഴാണ് സാധാരണയായി നമ്മൾ മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാവേ. സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ മുടി കെട്ടുമ്പോഴും മുടി പിന്നിയിടുമ്പോഴൊക്കെ മുടിയുടെ തിക്നെസ് കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഹെയർ ഫോൾ ആണെന്നും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കട്ടി കുറഞ്ഞു എന്നൊക്കെ. എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ നെറ്റി കയറി വരിക, അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ മുടി കുറയുക, ഈ അവസ്ഥയൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹെയർ ഫാൾ ഉണ്ട് എന്നൊക്കെ. നമുക്ക് ഈ ഹെയർ ഫാളിനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ശിരോഭാഗത്തെ മുടികൾ കൂടുതൽ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ ആൺപെൺ മാതൃകാ കഷണ്ടി എന്നും, നമ്മുടെ ശിരോഭാഗത്തുള്ള മുഴുവൻ മുടിയും കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ സമ്പൂർണ്ണ കഷണ്ടിയാണെന്നും, ശരീരത്തിലെ മൊത്തം മുടി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ സർവാംഗ കഷണ്ടിയാണെന്നാണ് പറയുന്നത്.